നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാനില്ലേ നമ്മൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പം ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോക്കിൻ്റെ മുകളിൽ, കളർ ചോക്കിൻ്റെ മുകളിൽ കൃഷ്ണനെ വരച്ചിട്ട് അല്ലേ, കണ്ടിട്ടുണ്ടാവില്ലേ? റോസ് ചോക്കിൻ്റെ മുകളിലാണ് കൃഷ്ണനെ വരച്ചത്. ആ വീഡിയോയുടെ ഒരു ഫുൾ വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാട്ടോ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ അതിലൊരു ഔട്ട്ലൈൻ ഇട്ടു. കൃഷ്ണൻ്റെ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഔട്ട്ലൈൻ അതിൽ ഇട്ടു. കൃഷ്ണൻ്റെ ഒരു രൂപം തോന്നുന്ന രീതിയിലുള്ളൊരു ഔട്ട്ലൈനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു നാരോ ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനതൊരു ഔട്ട്ലൈൻ ചെയ്തെടുത്തത്. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം എന്ത് കിട്ടിയാലും ഞാനതിൽ വരയ്ക്കും. എനിക്കത് ബൈ ഹാർട്ടാണ്. അതും വെണ്ണക്കണ്ണൻ്റെ ഫോട്ടോ, ഈ ഇരിക്കുന്ന ഫോട്ടോ എനിക്ക് എന്തിൻ്റെ മുകളിലും വരയ്ക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ അതിന് ഈ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കൊടുക്കുക ഞാൻ ഹെയറാണ്. ഹെയർ ഈ ഒരു ഔട്ട്ലൈൻ, ബ്ലൂ ഔട്ട്ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഹെയർ, കണ്ണൻ്റെ നല്ല ഭംഗിയുള്ള ഹെയറില്ലേ, അതാണ് ഞാൻ വരയ്ക്കുക ഫസ്റ്റ്. എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. എപ്പോഴും കണ്ണൻ്റെ ഹെയർ എപ്പോഴും ഒരു കേളി ആയിട്ടല്ലേ, ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ചെയ്തിട്ട്, അപ്പം മുകളിലൊരു ഇതുപോലെ വരും, കെട്ടിയ പോലെ. എന്നിട്ട് അതിൻ്റെ മുകളിലാണല്ലോ ഈ മയിൽപ്പീലി വരുന്നത്. ദെൻ ഈ ബ്ലാക്ക് ഹെയർ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ ചെയ്യുക നമ്മളെ മഞ്ഞപ്പട്ട്, അത് കൃഷ്ണൻ്റെ മഞ്ഞപ്പട്ട് വരയ്ക്കുകയാണ് ചെയ്യുക. മഞ്ഞപ്പട്ട് വരച്ച് അതിനെ കൊണ്ട് തന്നെ ഓർണമെൻറ്റ്സ്, വളയും മാലയും ഒക്കെ അതിനെ കൊണ്ട് തന്നെ വരച്ചെടുക്കും. എന്നതിൻ്റെ ശേഷമാണ് കണ്ണ് ഒക്കെ ഞാൻ കൊടുക്കുക. ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് കണ്ണും ഒക്കെ കൊടുക്കുക, വരയ്ക്കുക. പിന്നെ ലാസ്റ്റാണ് മയിൽപ്പീലി വരയ്ക്കാറ് കേട്ടോ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മയിൽപ്പീലി വരയ്ക്കൽ. ഓൾമോസ്റ്റ് എൻ്റെ കണ്ണൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ കണ്ണൻ എന്ന് നിങ്ങൾ പറയണേ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ്, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ചിത്രങ്ങൾ എന്താണെന്ന് മെൻഷൻ ചെയ്യണേ. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് വരച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.